വളരെ ഗൗരവത്തോടെ തന്നെ സമീപിക്കേണ്ട ഒരു മാധ്യമം, ഒരു മീഡിയം ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ അതിനെ സമീപിച്ചാൽ, അല്ലെങ്കിൽ ആ സർഗാത്മക പ്രവർത്തനം നിർവഹിച്ചാൽ അതെല്ലാ കാലം മനുഷ്യ മനസ്സിൽ മായാതെ കിടക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചെമ്മീൻ എന്ന മൂവി. ഒരു മിത്താണ് അതിൻ്റെ ബേസ്, ആ കഥാതന്തു എന്ന് പറയുന്നത്. കടലമ്മ, ഈ കടലമ്മ സദാചാര ബോധം വളരെ ഉള്ളവളാണ്. അപ്പോൾ തുറയിലുള്ള അരയത്തിമാർ സദാചാര മൂല്യങ്ങൾ പാലിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ മുറ തെറ്റിച്ച് വള്ളവും വലയും വാങ്ങിക്കാനുള്ള അതിമോഹം കാണിക്കുന്ന അരയൻ അവൻ്റെ അന്ത്യം വളരെ മോശമായിരിക്കും എന്നുള്ള ഒരു മിത്തിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചെമ്മീൻ 1965 നിർമ്മിച്ച് 66 പുറത്തിറങ്ങിയ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറി തുടങ്ങിയ കാലഘട്ടത്തിലുണ്ടായ ഒരു മഹത്തായ അഭ്രകാവ്യം എന്ന് പറയാവുന്ന ചെമ്മീൻ. പ്രമുഖരായ പ്രതിഭകളുടെ ഒരു സംഗമസ്ഥാനമായിരുന്നു ഈ ചെമ്മീൻ. എഴുതിയത് ശ്രീ തകഴി ശിവശങ്കരപിള്ള, സംവിധാനം രാമു കരിയട്ട്, ഛായാഗ്രഹണം സിനിമാറ്റോഗ്രാഫി മർക്കസ് ബർട്ട്ലി, യു രാജഗോപാൽ. പിന്നെ ചിത്രസന്നിവേശം അതായത് എഡിറ്റിംഗ് ഋഷികേശ് മുഖർജി, സംഗീത സംവിധാനം കെ ഡി ജോർജിനോടൊപ്പം സലീൽ ചൗധരിയും. പിന്നെ അഭിനേതാക്കൾ അന്നത്തെ കത്തി നിൽക്കുന്ന, അതായത് പ്രതിഭകൾ തന്നെ, കൊട്ടാരക്കര, സത്യൻ, മധു, ഷീല, അടൂർ ഭവാനി, എസ് പി പിള്ള, ഇങ്ങനെ വൻപിച്ച ഒരു താരനിര. എല്ലാവരും ഈഗോ എല്ലാം മാറ്റിവെച്ച്, അതായത് പ്രതിഭകളുടെ ഒരു സംഗമസ്ഥലം. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിന് ഇത്ര മഹത്തരമായ ഒരു അഭ്രകാവ്യം ലഭിച്ചത്. പലപ്പോഴും പല സിനിമകളുടെയും പരാജയത്തിൻ്റെ പിറകിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് പേരുടെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു തരത്തിലുള്ള ഈഗോയും ഉണ്ടായിരുന്നില്ല. എൻ്റെ കഴിവിനെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് അവസാന വാക്ക് എന്നൊരു പിടിവാശി ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരോ ഷോട്ടും അതിൻ്റെ ഏറ്റവും സാങ്കേതിക മികവോടുകൂടി തന്നെ ഏറ്റവും സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് കടന്ന് തന്നെ ഇതിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കടലിൻ്റെ ഒരു ചിത്രത്തോടു കൂടിയാണ്. അവിടെ എല്ലാവരും മീൻ പിടിക്കാൻ പോകുന്നു, അത് പിടിച്ചിട്ട് തിരിച്ച് വരുന്നു. അപ്പോൾ ഈ വള്ളങ്ങളിൽ നിറയെ മീനുണ്ട്. ഈ വള്ളങ്ങൾ വരുന്നത് കണ്ടിട്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വള്ളങ്ങൾ നിറയെ മീനാണ്. അപ്പോൾ ലോക്കൽ കച്ചവടക്കാരുണ്ട്, പിന്നെ ഇത് കൊണ്ടുപോകുന്നവരുണ്ട്, മരക്കാത്തിമാർ. അത് അവർക്ക് ഈ കൊട്ടകളിലേക്ക് കുറേശ്ശെ മീനൊക്കെ എടുത്തിട്ട് അവരുടെ ലോക്കൽ കച്ചവടം നടത്താനുള്ള ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആ ഓപ്പണിംഗ് സീനിൽ തന്നെ ഈ കഥയുടെ എങ്ങോട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു ചൂണ്ട് പലക പോലെ ആ ഓപ്പണിംഗ് സീൻ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഒരു ഓപ്പണിംഗ് സീനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു കഥാപാത്രം ചെമ്പൻ കുഞ്ഞ്. കഥയുടെ ഏറ്റവും നായക സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന, പണത്തോടും ജീവിത സൗകര്യങ്ങളോടും അതിഭീകരമായിട്ടുള്ള ആർത്തിയുള്ള ഒരു മനുഷ്യൻ. എല്ലാം സ്വരുക്കൂട്ടി വെച്ച്, അന്നത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത് സ്വരുക്കൂട്ടി വെച്ച് വള്ളവും വലയും വാങ്ങിക്കണം, അത് ആഗ്രഹം. പക്ഷേ അതിനുവേണ്ടി കാണിക്കുന്ന അത്യാർത്തി അയാളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നു. ആ ദുരിതം അല്ലെങ്കിൽ ആ ദുരന്തം, അത് ഒരു ലൈൻ. അയാളുടെ കൂട്ടുകാരനുണ്ട് അച്ഛൻ കുഞ്ഞ്. ഈ അച്ഛൻ കുഞ്ഞാണെങ്കിൽ വളരെ ജീവിതത്തിൻ്റെ ലാളിത്യം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ നിഷ്കളങ്കമായ ജീവിതം പോകുന്ന ആ പോക്കിലൂടെ പോവുക എന്ന് വിചാരിക്കുന്ന ഒരുത്തൻ. ആ ക്യാരക്ടർ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഈ കടൽ മുഴുവനും നമ്മളുടെ സ്വത്തല്ലേ, പിന്നെ എന്തിനാണ് മരയ്ക്കാൻ വള്ളവും വലയും. അപ്പോൾ ആ അത്യാഗ്രഹം അല്ലെങ്കിൽ ദൂരമൂത്ത കഥാപാത്രത്തിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന ഈ അച്ഛൻ കുഞ്ഞ് എന്നൊരു കഥാപാത്രം. പിന്നെ ചെമ്പൻ കുഞ്ഞിൻ്റെ മകള് കറുത്തമ്മ. ശരിക്കും പറഞ്ഞാൽ കറുത്തമ്മ പ്രണയത്തിനും മരണത്തിനും കൂടെ ഒരു ദുരന്ത കാവ്യം എഴുതിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. അവളുടെ മനസ്സിൽ എന്നും കോൺഫ്ലിക്റ്റ് ആയിരുന്നു. കാരണം ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രണയമുണ്ട്, പക്ഷേ തുറയ്ക്ക് ഒരു മുറയുണ്ട്. അതായത് അരയൻ കടലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അരയന് കടലിലെ തുണ എന്ന് പറയുന്നത് ഇവളുടെ ചാരിത്രമാണ്. ഇത് അന്നത്തെ ഒരു മിത്താണ്. പക്ഷേ ഇവൾക്ക് വേറൊരു പ്രണയം മനസ്സിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇവളുടെ കല്യാണം കഴിയുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ പ്രണയമാണോ അതോ സാമൂഹിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ സദാചാര ബോധമാണോ ഏറ്റവും കൂടുതലായി അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഷീലയുടെ മുഖത്ത് അതങ്ങനെ വിരിയുമ്പോൾ ശരിക്കും ഷീലയാണെന്നല്ല പറയുക, അത് ആ കറുത്തമ്മ തന്നെയാണ്. നോവൽ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. മനസ്സമൈനേ വരൂ എന്ന് പാടിക്കൊണ്ട് കറുത്തമ്മയുടെ മനസ്സിലേക്ക്
കറുത്തമ്മയെ വിളിക്കുന്ന പരീക്കുട്ടിയാണ് അടുത്തൊരു ക്യാരക്ടർ. ശ്രീ വയലാറിൻ്റെ ഈ വരികൾ അനശ്വരമാക്കിയ, വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ മധുവിൻ്റെ അഭിനയം എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ അതൊന്നും നമുക്ക് കാണുമ്പോൾ ഇത് മധുവാണെന്നോ ഷീലയാണെന്നോ അല്ലെങ്കിൽ കൊട്ടാരക്കരയാണെന്നോ ഒന്നുമല്ലാത്ത തോന്നുന്നത്. ശരിക്കും ആ നോവലിലൂടെ നമ്മൾ ജീവിച്ച് പോവുകയാണ്. ബിസിനസ് അറിയാത്ത എന്നാൽ പ്രണയത്തിന് ഒരുപാട് പ്രാമുഖ്യം കൊടുക്കുന്ന അന്യമതസ്ഥനായ പരീക്കുട്ടി കറുത്തമ്മയെ പ്രണയിക്കുമ്പോൾ യാതൊരു ഗ്യാരൻറ്റിയും ഇല്ലാതെയാണ് കറുത്തമ്മയുടെ അച്ഛന് വള്ളവും വലയും വാങ്ങാൻ പൈസ കൊടുക്കുന്നത്. പക്ഷേ അയാളിലെ ദുര ഈ പൈസ തിരിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അന്നത്തെ കരാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ തിരിച്ചു കൊടുക്കാം, അപ്പോൾ പൈസ മുതലാവുമല്ലോ എന്നുള്ളതായിരുന്നു എഗ്രിമെൻ്റ്. എങ്കിലും ചെമ്പൻ കുഞ്ഞിൻ്റെ ദുര അതിന് സമ്മതിക്കുന്നില്ല. അത് കറുത്തമ്മയ്ക്കും കറുത്തമ്മയുടെ അമ്മയ്ക്കും ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഈ അരയത്തികളുടെ നേരും നെറിയെക്കുറിച്ചും പറയുന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൾക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും അവസാനം അവൾ ഈ പ്രണയത്തെ മാറ്റിവെച്ച് വേറൊരു കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ആചാരപ്രകാരമുള്ള ഒരു കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി കല്യാണം കഴിക്കുന്നതോ ചാകരയോടൊപ്പം ഈ ചെമ്പൻ കുഞ്ഞിന് കിട്ടിയ വേറൊരു സമ്മാനമായിരുന്നു ഒരു അനാഥനായ പളനി എന്ന് പറഞ്ഞ വേറൊരു തുറയിലുള്ള ക്യാരക്ടർ, ഒരു അരയൻ. പളനിക്ക് കറുത്തമ്മയെ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷേ ഈ കറുത്തമ്മയെക്കുറിച്ചിട്ടുള്ള അപവാദങ്ങൾ അവൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് സംശയവുമുണ്ട്. അപ്പോൾ സംശയത്തിനും പ്രണയത്തിനും ഇടയ്ക്കാണ് ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നത്. ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ പളനിയുടെ ഇതുപോലെ ഈ ഭാര്യയോടുള്ള സ്നേഹം ആ തുറയിലുള്ളവർക്ക് അംഗീകരിക്കാനും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ പതുക്കെ ഒറ്റപ്പെടുത്താനും തുടങ്ങി. അതിനിടയിലാണ് പളനി അറിയുന്നത് ഇവൾക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പരീക്കുട്ടിയോട് ഇഷ്ടമുണ്ടെന്നുള്ളത്. അതറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ തകർന്നു പോവുക ചെയ്യുന്നത്. അവൻ തകർന്നിട്ടൊരു ആത്മനാശത്തിൻ്റെ വക്കോളം എത്തും. അപ്പോൾ ഒരു വള്ളമെടുത്ത് അവൻ കടലിലേക്ക് പോകുന്നു. അവിടെ വച്ചിട്ട് ഒരു കൊമ്പൻ സ്രാവിനെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവൻ ചുഴിയിൽ പെടുന്നു. അതാണ് പളനി എന്ന ക്യാരക്ടറിൻ്റെ അവസാനം. ആ രംഗ ചിത്രീകരണമൊക്കെ ഒരുപാട് സാങ്കേതിക പ്രവർത്തകർ ഓർത്തെടുക്കുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴാണ് അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അന്നത്തെ, അതായത് 65-66 കാലഘട്ടങ്ങളിൽ സാങ്കേതിക മികവിനായിട്ട് എത്രത്തോളം പരിശ്രമിച്ചിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ആ മികവിന് വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഇവരെടുത്ത എഫേർട്സ് തീർച്ചയായിട്ടും അത് ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ചെമ്മീൻ എന്നൊരു സിനിമ കാണുമ്പോൾ, പഴയ സിനിമകൾ ബേസിക്കലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയങ്ങ് ദഹിക്കില്ല. കാരണം പലപ്പോഴും അഭിനയമാണ് മുഴച്ചു നിൽക്കുന്നത്. ഇപ്പോഴത്തെ സിനിമകൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വ്യത്യാസം അറിയുന്നത് അതാണ്. പഴയ സിനിമയിൽ അഭിനയം മുഴച്ചു നിൽക്കുന്നു, ഇപ്പോഴത്തെ സിനിമയിൽ ജീവിതം മുഴച്ചു നിൽക്കുന്നു. പക്ഷേ അതിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അന്ന് ആൾക്കാർ ജീവിക്കുകയായിരുന്നു, അപ്പോൾ അവർക്ക് അഭിനയം കണ്ടാൽ മതി. പക്ഷേ ഇന്ന് ആൾക്കാർ അഭിനയിക്കുക, അപ്പോൾ അതുകൊണ്ട് ജീവിതം കാണണം. ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചെമ്മീൻ എന്ന സിനിമ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരണത് അതിലെ പാട്ടുകൾ തന്നെയാണ്. പെണ്ണാളെ പെണ്ണാളെ, പിന്നെ കടലിനക്കരെ പോണോരെ, നേരത്തെ മാനസമൈനെ പറഞ്ഞല്ലോ. ഇതെല്ലാം വയലാറിൻ്റെ രചനകളിൽ ഈ പാട്ടുകൾ പിറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലും ഉണ്ടായിരുന്നു കാണണം ഒരു പക്ഷേ ഈ കടലാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമെന്ന്. ആ സിനിമയോടും അതിൻ്റെ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും അത്യന്തം നീതി പുലർത്തിക്കൊണ്ടുള്ള ഈ ഗാനരചന ഇപ്പോഴും ഇപ്പോഴത്തെ ന്യൂജൻ പോലും അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഗാനത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അമരത്വം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയേണ്ടി വരും. ചെമ്മീൻ എന്ന വളരെ വിഖ്യാതമായ നോവൽ അതിനെ സിനിമയിലേക്ക് പകർത്തുമ്പോൾ സംവിധായകൻ്റെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികളാണ്. ഒരുപാട് കടമ്പകൾ കടന്നാണ് താൻ ഈ സിനിമ സൃഷ്ടിച്ചതെന്ന് തന്നെ രാമു കരിയേട്ട ഓർത്തെടുക്കുന്നതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ നിർമ്മാതാവ് തുടക്കത്തിൽ വേറെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അവസാനം കണ്ടെത്തിയ നിർമ്മാതാവ് ഇസ്മായിൽ സേഠ് 18 തികഞ്ഞിട്ടില്ല. അപ്പോൾ 18 തികയാൻ, കാരണം ചെക്ക് ഒപ്പിടണമെങ്കിൽ 18 തികയണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് 18 തികയാൻ വേണ്ടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സിനിമയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കുറച്ച് ഡിലേ ചെയ്യിച്ച വിവരം വരെ എഴുതിയതായിട്ട് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ആ ഇസ്മായിൽ സേഠാണ് പിന്നീട് മലയാള സിനിമയിലെ കൺമണി ബാബു എന്നറിയപ്പെടുന്ന പ്രമുഖനായ ഒരു പ്രൊഡ്യൂസർ. എന്താണെങ്കിലും തിരിച്ചു വരാം. ഒരു നോവൽ സിനിമയാക്കുമ്പോൾ ആ നോവലിനോട് സത്യസന്ധത പുലർത്തുന്നതിനോടൊപ്പം തന്നെ സിനിമ എന്നുള്ള ആ കല
അതിൻ്റെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക. ഇതാണ് സംവിധായകൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ ഈ ചെമ്മീൻ എന്നുള്ള സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിഭാധനന്മാരെ മാത്രം അണിനിരത്തിക്കൊണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത്. സലിൽ ചൗധരിയും അല്ലെങ്കിൽ മാർക്കസ് ബോട്ട്ലിയെ പോലെയുള്ള പ്രതിഭാധനന്മാർ ആണ് ഇതിൻ്റെ പിറകിൽ ഇതിലെ അണിയറ ശില്പികളും. അപ്പോൾ 100% ആ എഫേർട്ട് അല്ലെങ്കിൽ പ്രതിബദ്ധത, സിനിമയോടുള്ള കലയോടുള്ള പ്രതിബദ്ധത ഇതിനകത്ത് പ്രതിഫലിച്ചു. അത് തന്നെയാണ് സിനിമയുടെ വിജയവും. അതിനെ കാലാതിവർത്തിയാക്കുന്നത്, ഒരു അമരത്വം നേടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ കലയുടെ വിജയം അത് തന്നെയാണ്.